നമസ്കാരം. ട്രംപ് അല്ല ആര് വിചാരിച്ചാലും ഇന്ത്യയുടെ രോമത്തിൽ പോലും തൊടാൻ കഴിയാത്ത തരത്തിൽ ഇന്ത്യ വളർന്നു കഴിഞ്ഞു. ഇന്ത്യ ട്രംപ് താരിഫ് കൂട്ടിയ നിമിഷം മുതൽ പുതിയ വഴികൾ വെട്ടുന്ന തിരക്കിലായിരുന്നു. ഒരിക്കലും അതിനു പകരം ട്രംപിന്റെ കാലു പിടിക്കാൻ ഇന്ത്യ മുതിർന്നിട്ടില്ല. അതിന്റെ ഫലമായി തന്നെയാണ് പല വിദേശ രാജ്യങ്ങളും ഇന്ത്യക്ക് കൈകൊടുക്കാൻ സ്വയം സന്നദ്ധരായി മുന്നോട്ട് വന്നത്. ലോകത്തെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ കയറ്റുമതി രാജ്യമാണ് സൗദി അറേബ്യ. ഇവർ ക്രൂഡ് ഓയിലിന് നിശ്ചയിക്കുന്ന വില ആഗോള വിലയെ സ്വാധീനിക്കും. ഏഷ്യയിലേക്ക് നൽകുന്ന എണ്ണയ്ക്ക് ഫെബ്രുവരിയിലും സൗദി അറേബ്യ വില കുറയ്ക്കുമെന്നാണ് പുതിയ വിവരം. ജനുവരിയിൽ നൽകുന്ന എണ്ണയ്ക്ക് വില കുറയ്ക്കാനുള്ള തീരുമാനത്തിന് പിന്നാലെയാണ് പുതിയ നീക്കം. സൗദിയുടെ എണ്ണ വാങ്ങുന്ന ഏഷ്യൻ രാജ്യങ്ങളിൽ പ്രധാനിയാണ് ഇന്ത്യ. ഇറക്കുമതി എണ്ണയെ ആശ്രയിക്കുന്ന ഇന്ത്യ കൂടുതൽ എണ്ണ വാങ്ങുന്ന മൂന്നാമത്തെ രാജ്യം സൗദി അറേബ്യയാണ്. അതുകൊണ്ട് തന്നെയാണ് സൗദി ഏഷ്യയിലേക്ക് എണ്ണ വില കുറച്ചു നൽകുമെന്ന വിവരം ഇന്ത്യക്ക് നേട്ടമാകുന്നത്. ഇതിനു പിന്നിൽ 2 ലക്ഷ്യങ്ങളാണ് സൗദിക്കുള്ളതെന്നാണ് വിവരം. ലോകത്തെ പ്രധാന വിപണിയാണ് ഇന്ത്യയും ചൈനയും. ഇത് നിലനിർത്താനാണ് സൗദി വില കുറയ്ക്കുന്നതെന്നാണ് ഒരു വിവരം. ആഗോളതലത്തിൽ ക്രൂഡ് ഉൽപാദനം കഴിഞ്ഞ മാസങ്ങളിൽ കൂടിയിരുന്നു. അതുകൊണ്ട് തന്നെ വിപണിയിൽ വലിയ അളവിൽ എണ്ണയുണ്ട്. ഇതുമൂലം ക്രൂഡിന് വില കുറഞ്ഞു വരികയാണ്. പല വിപണികളും പിടിക്കാൻ എണ്ണ രാജ്യങ്ങൾ ശ്രമിക്കുന്നുമുണ്ട്. സൗദിയും ഇതേ തന്ത്രമാണ് പയറ്റാൻ ശ്രമിക്കുന്നത്. സൗദിയുടെ അറബ് ലൈറ്റ് ക്രൂഡ് ഓയിൽ ബാരലിന് 10 മുതൽ 30 വരെ സെന്റ് കുറയ്ക്കുമെന്നാണ് റോയിട്ടേഴ്സ് സർവേ കാണിക്കുന്നത്. ഇതോടെ സൗദിയുടെ എണ്ണയ്ക്ക് ഏഷ്യയിൽ നിന്ന് ആവശ്യക്കാർ ഏറും. ക്രൂഡ് ഓയിൽ വില കുറഞ്ഞത് കാരണം സൗദിയുടെ പല ബജറ്റ് പദ്ധതികളും അവതാളത്തിലാണ്. എങ്കിലും വിപണി നഷ്ടപ്പെടുത്താതിരിക്കുക എന്ന ലക്ഷ്യമാണ് സൗദിക്ക് നിലവിലുള്ളത്. ഇന്ത്യ ക്രൂഡ് ഓയിൽ ഇറക്കുമതി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു എന്നാണ് വിവരം. നവംബറിലെ കണക്കുകൾ പ്രകാരം 0.2% വർദ്ധിപ്പിച്ചു കഴിഞ്ഞു. 21.06 ദശലക്ഷം മെട്രിക് ടൺ എണ്ണയാണ് ഇന്ത്യ നവംബറിൽ ഇറക്കുമതി ചെയ്തത്. കഴിഞ്ഞ മാർച്ച് മാസത്തിന് ശേഷം ഇത്രയും അധികം എണ്ണ ഇന്ത്യ ഇറക്കുന്നത് ഇത് ആദ്യമായാണ്. അമേരിക്കയും ചൈനയും കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. സർക്കാർ പുറത്തുവിട്ട പുതിയ കണക്കിലാണ് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ഒക്ടോബറിനേക്കാൾ നവംബറിൽ വർദ്ധിച്ചു എന്ന വിവരമുള്ളത്. രാജ്യത്തെ എണ്ണയുടെ ആവശ്യം കൂടി വരുന്നു എന്നതിലാണ് ഇത് കൂടുതൽ വ്യക്തമാക്കുന്നത്. എന്നാൽ പല കമ്പനികളും ക്രൂഡ് ഇറക്കുമതി ചെയ്ത് സംസ്കരിച്ച് പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്കായി കയറ്റുമതി ചെയ്യുന്നുണ്ട് എന്നതും എടുത്തു പറയാം. ഒരു വർഷത്തെ കണക്കുകൾ പ്രകാരം നവംബറിൽ 11.1% ക്രൂഡ് ഓയിൽ ഇറക്കുമതിയാണ് വർദ്ധിച്ചിട്ടുള്ളത്. 2024 നവംബറിൽ ഇന്ത്യ ഇറക്കുമതി ചെയ്തത് 18.95 ദശലക്ഷം ടൺ ക്രൂഡ് ഓയിൽ ആയിരുന്നു. റഷ്യയുടെ റോസ്നെഫ്റ്റിന്റെ ക്രൂഡ് ഓയിൽ കൂടുതൽ വാങ്ങിയത് റിലയൻസ് ആണ്. അമേരിക്ക ഒരു മാസം കൂടി ഇളവ് നൽകിയ സാഹചര്യത്തിലാണ് നവംബറിൽ റിലയൻസ് റഷ്യയുടെ എണ്ണ വാങ്ങിക്കൂട്ടിയത്. ഡിസംബറിൽ ദിവസവും 10 ലക്ഷം ബാരൽ എണ്ണ റഷ്യയിൽ നിന്ന് ഇന്ത്യ വാങ്ങുന്നു എന്നാണ് വ്യാപാര വൃത്തങ്ങൾ പറയുന്നത്. ഇന്ത്യയുടെ ഊർജ്ജ നയത്തിൽ സമീപകാലത്തുണ്ടായ മാറ്റങ്ങൾ വെറും സാമ്പത്തിക തീരുമാനങ്ങളല്ല, അത് ആഗോള രാഷ്ട്രീയത്തിൽ ഇന്ത്യ സ്വന്തമായി ഉറച്ചു നിൽക്കുന്ന ആത്മവിശ്വാസത്തിന്റെ പ്രഖ്യാപനം കൂടിയാണ്. സൗദി അറേബ്യയുമായുള്ള എണ്ണ വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തി ഫെബ്രുവരിയിൽ ക്രൂഡ് ഓയിൽ വില കുറയ്ക്കാനുള്ള സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘദർശിയായ നയതന്ത്ര ഫലത്തിന്റെ ഫലമാണ്. ലോകം മുഴുവൻ വിലക്കയറ്റത്തിന്റെ ഭീഷണിയിൽ അകപ്പെട്ടിരിക്കുമ്പോൾ ഇന്ത്യക്ക് അനുകൂലമായ രീതിയിൽ ഇറക്കുമതി വർദ്ധിപ്പിക്കാനും ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാനും കഴിയുന്നത് ശക്തമായ നേതൃത്വം കൊണ്ട് മാത്രമാണ്. ഇന്ത്യ ഫസ്റ്റ് എന്ന നിലപാട് വാക്കുകളിൽ മാത്രം ഒതുങ്ങാതെ നയരൂപത്തിൽ നടപ്പാക്കാൻ മോദി സർക്കാരിന് കഴിയും. അതേസമയം അമേരിക്കൻ രാഷ്ട്രീയത്തിന്റെ സ്വാർത്ഥ മുഖമാണ് ഡൊണാൾഡ് ട്രംപ് പലവട്ടം പ്രതിനിധീകരിച്ചത്. എണ്ണവിലയും വ്യാപാരവും സ്വന്തം ആഭ്യന്തര രാഷ്ട്രീയത്തിന് ലാഭത്തിനായി ഉപയോഗിക്കാൻ ശ്രമിച്ച ട്രംപിന്റെ നിലപാട് പല രാജ്യങ്ങളെയും പ്രതിസന്ധിയിലാക്കി. എന്നാൽ ഇന്ത്യ ആ സമ്മർദ്ദങ്ങൾക്ക് മുന്നിൽ തല കുനിക്കാതെ സൗദി അറേബ്യയെ പോലുള്ള പ്രധാന ഊർജ പങ്കാളികളുമായി ബന്ധം ശക്തിപ്പെടുത്തി. വില സ്ഥിരതയും വിതരണ സുരക്ഷയും ഉറപ്പാക്കി. ഇത് ഇന്ത്യ ഒരു ഫോളോവർ അല്ല, മറിച്ച് ആഗോള തീരുമാനങ്ങളിൽ സ്വാധീനം ചെലുത്തുന്ന ശക്തിയാണെന്ന സന്ദേശമാണ് ലോകത്തോട് പറയുന്നത്. മോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ഇന്ന് ഊർജ വിപണിയിലും നയതന്ത്ര രംഗത്തും സ്വതന്ത്ര തീരുമാനങ്ങൾ എടുക്കുന്ന രാജ്യമായി മാറിയിരിക്കുന്നു. ഈ സാഹചര്യത്തിന്റെ അന്തിമ ഫലം കിട്ടാൻ പോകുന്നത് സാധാരണ ഇന്ത്യൻ പൗരനാണ്. ഇന്ധന വില കുറയുമ്പോൾ ഗതാഗത ചെലവും ഉൽപാദന ചെലവും കുറയും. അതുവഴി വിലക്കയറ്റം നിയന്ത്രിക്കപ്പെടും. സാമ്പത്തിക വളർച്ചയ്ക്ക് പുതിയ ഊർജം ലഭിക്കും. ഇത് ഭാഗ്യമല്ല, കൃത്യമായ നയരൂപീകരണത്തിന്റെ ഫലമാണ്. മോദി സർക്കാർ ലോകത്തെ ഒരൊറ്റ ചാവിക്കൂട്ടിനുള്ളിൽ കാണുന്നില്ല. പല ധ്രുവങ്ങളായുള്ള ലോകത്ത് ഇന്ത്യക്ക് ഏറ്റവും ഗുണകരമായ വഴിയാണ് തിരയുന്നത്. ട്രംപിനെ പോലുള്ള നേതാക്കൾ അമേരിക്ക മാത്രം എന്ന മുദ്രാവാക്യത്തിൽ കുടുങ്ങി സഖ്യങ്ങളെ പോലും തകർക്കുമ്പോൾ ഇന്ത്യ സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന ആശയം ആഗോളതലത്തിൽ പോലും പ്രയോഗിക്കുന്നുണ്ട്. സൗദി അറേബ്യയുമായുള്ള ഈ നീക്കം ഇന്ത്യയുടെ വിശ്വാസ്യതയും കരുത്തും വർദ്ധിപ്പിക്കും. ലോകം ഇന്ത്യയെ ഒരു ഉത്തരവാദിത്തമുള്ള സ്ഥിരത നൽകുന്ന ശക്തിയായി കാണാൻ തുടങ്ങിയിരിക്കുന്നു. ഊർജ്ജ സുരക്ഷയിൽ നിന്ന് സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് നീങ്ങുന്ന ഈ പാതയിൽ മോദിയുടെ നേതൃത്വം നിർണായകമാണ്. ട്രംപിന്റെ അസ്ഥിരതയും സ്വാർത്ഥതയും ചരിത്രത്തിലേക്ക് മങ്ങിപ്പോകുമ്പോൾ ഇന്ത്യയുടെ ഉറച്ച നിലപാടും ദീർഘദർശിയായ
സമീപനവും ഭാവിയുടെ അടിത്തറയാകും. ഈ നീക്കങ്ങൾ തെളിയിക്കുന്നത് ഒന്നു തന്നെയാണ്: ശക്തമായ നേതൃത്വം ഉണ്ടെങ്കിൽ ഇന്ത്യക്ക് ലോക വിപണിയെയും ആഗോള രാഷ്ട്രീയത്തെയും സ്വന്തം പക്ഷത്തേക്ക് തിരിക്കാൻ കഴിയുമെന്ന ഉറപ്പ്.